Hello my dear students, welcome to Learner's World. In this video, I talk about Theory of Insight Learning by Wolfgang Kohler. Insight learning refers to the sudden realization of a solution to a problem after considering the situation as a whole. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്നുള്ള ഒരു സഡൻ റിയലൈസേഷൻ ഓഫ് എ സൊല്യൂഷൻ, അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ മുഴുവനായിട്ടും എടുത്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഒബ്സർവിങ് ദ ഓൾ സിറ്റുവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് വേരിയസ് പാർട്സ് ഓഫ് ദ പ്രോബ്ലം ആൻഡ് ഫൈൻഡിങ് എ സൊല്യൂഷൻ. ആദ്യം എന്ത് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷൻ മുഴുവനായിട്ട് എടുക്കുന്നു, അതിനുശേഷം അതിൻ്റെ ഓരോ പാർട്സും മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഇൻസൈറ്റ് ലേണിങ്ങിലൂടെ ചെയ്യുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, ഇൻസൈറ്റ് ലേണിംഗ് മീൻസ് ലേണിംഗ് ത്രൂ ഇൻസൈറ്റ്, അതായത് ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് ലേണിംഗ് നടത്തുന്നതിനെയാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ വോൾഫ്ഗാങ് കൊഹ്ലർ. അപ്പോൾ ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത് വോൾഫ്ഗാങ് കൊഹ്ലറാണ്. അതായത് ഇത്രയേ ഉള്ളൂ ഇൻസൈറ്റ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഡൻ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആ ഒരു സിറ്റുവേഷൻ ആസ് എ ഹോൾ, അതായത് മുഴുവനായിട്ട് എടുത്തിട്ടാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ആദ്യം അതിനെ ഒബ്സേർവ് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലത്തിനെ ഒബ്സേർവ് ചെയ്യുന്നു, അതിനുശേഷം ആ ഒരു സിറ്റുവേഷൻ മുഴുവനായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദിസ് തിയറി ഈസ് ഓൾസോ കോൾഡ് ജസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ്. അപ്പോൾ ഈ ഒരു തിയറിയെ, ഇൻസൈറ്റ് ലേണിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ് എന്നുള്ളത്. ജസ്റ്റാൾട്ട് മീൻസ് ഹോൾ. അപ്പോൾ ഈ ഹോൾ എന്നാണ് ജസ്റ്റാൾട്ട് എന്നുള്ളതിന് മീനിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസൈറ്റ് ലേണിംഗ് നടത്തുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹോൾ ആസ് എ ഹോൾ സിറ്റുവേഷൻ, അതായത് മുഴുവനായിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ബിലീവ് ദാറ്റ് ദ ഹോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പാർട്ട്. അപ്പോൾ ഈ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്, അതായത് ഹോൾ, അതായത് മുഴുവനായിട്ടും എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പാർട്ടായിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് മുഴുവനായിട്ട് എടുക്കുന്നതാണ് എന്നാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. ഇൻസൈറ്റ് മീൻസ് എ സഡൻ ഫ്ലാഷ് ഇൻ ദ മൈൻഡ് അബൌട്ട് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അതായത് ഇൻസൈറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എ സഡൻ ഫ്ലാഷ് ഇൻ ദ മൈൻഡ് അബൌട്ട് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സഡനായിട്ടുള്ള ഒരു സഡൻ ഫ്ലാഷ്, അതായത് ഒരു സഡനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നതാണ് ഇൻസൈറ്റ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് അവയർനെസ് ബിറ്റ്വീൻ കോസ് ആൻഡ് ഇഫക്റ്റ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ അവയർനെസ് ബിറ്റ്വീൻ കോസ് ആൻഡ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ ക്ലാസിക്കൽ എക്സ്പെരിമെൻറ്റ് ഓൺ ഇൻസൈറ്റ് ലേണിംഗ് ഓഫ് ചിമ്പാൻസീസ്. അപ്പോൾ ഈ ഒരു ഇൻസൈറ്റ് ലേണിങ്ങിന് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ചിമ്പാൻസിയിലാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ഇൻസൈറ്റ് ലേണിംഗ് ഓഫ് ചിമ്പാൻസീസ്. ഓക്കെ, കൊഹ്ലർ പ്ലേസ്ഡ് എ ചിമ്പാൻസി നെയ്മഡ് സുൽത്താൻ ഇൻസൈഡ് എ കേജ്. അപ്പോൾ കൊഹ്ലർ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയ ആ ഒരു രൂപം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അതായത് ചിമ്പാൻസിൻ്റെ പേര് സുൽത്താൻ ആയിരുന്നു. അപ്പോൾ കൊഹ്ലർ എന്ത് ചെയ്തു, ഒരു കൂടിൽ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിമ്പാൻസിനെ അവിടെ വെച്ചു. എന്നിട്ട് സുൽത്താൻ ഗ്രൂ ഹംഗ്രി ആൻഡ് എ ബഞ്ച് ഓഫ് ബനാന വാസ് പ്ലേസ്ഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ കേജ്. അപ്പം ഈ ഒരു കൂടിൻ്റെ പുറത്ത് എന്ത് ചെയ്തു, അതായത് ഒരു കുല ബനാന ഇതിൻ്റെ പുറത്ത് വെച്ചു. നമ്മൾ സുൽത്താൻ നല്ല ഹംഗ്രി ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. സുൽത്താൻ വാസ് പ്രൊവൈഡഡ് വിത്ത് വൺ ലോങ് ആൻഡ് അനദർ ഷോർട്ട് ബാംബു സ്റ്റിക്ക്. അപ്പോൾ കൊഹ്ലർ എന്ത് ചെയ്തു, വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു ബാംബു സ്റ്റിക്സ്, അതായത് ഒരു വടിയും അതുപോലെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വടിയും സുൽത്താൻ്റെ കയ്യിൽ കൊടുത്തു. ഈ സുൽത്താൻ എന്ന് പറയുന്നത് ചിമ്പാൻസിയാണ് കേട്ടോ. നെയ്തർ ഓഫ് ദ സ്റ്റിക്ക് വാസ് ലോങ് ഇനഫ് ടു റീച്ച് ദ ബനാന. അപ്പോൾ ആ ഒരു ലോങ് ആയിട്ടുള്ള നല്ല നീളം കൂടിയിട്ടുള്ള വടി
ബനാനൻ്റെ അടുത്തേക്ക് നീട്ടിക്കഴിഞ്ഞാൽ ബനാന എടുക്കാൻ പറ്റുന്നില്ല. അത്രയും ആ ബനാനൻ്റെ അടുത്ത് എത്താനുള്ള നീളം ആ ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റിക്കിന് ഇല്ല എന്നാണ് പറയുന്നത്. സുൽത്താൻ മെയ്ഡ് സെവറൽ അറ്റംപ്റ്റ് ടു ടേക്ക് ദ ബനാന ബൈ യൂസിങ് ഈച്ച് സ്റ്റിക്ക്. അപ്പോൾ സുൽത്താൻ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബനാന എടുക്കാൻ വേണ്ടിയിട്ട് സുൽത്താൻ എന്ത് ചെയ്തു, ഓരോ വടിയും, അതായത് ലോങ് ആയിട്ടുള്ള സ്റ്റിക്കും ഉണ്ട്, ഷോർട്ട് ആയിട്ടുള്ള സ്റ്റിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, കൊഹ്ലർ സുൽത്താൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വടിയും മാറി മാറി ഉപയോഗിച്ചിട്ട് ആ ഒരു ബനാന എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. വെൻ ഫെയിൽ ടു റീച്ച് ദ ബനാന ബൈ വൺ സ്റ്റിക്ക് വിത്ത് എ സഡൻ ബ്രൈറ്റ് ഐഡിയ ദ ചിമ്പാൻസി ട്രൈ ടു റീച്ച് ദ ബനാന ബൈ ജോയിനിങ് ദ ടു സ്റ്റിക്സ്. അങ്ങനെ നമ്മളുടെ സുൽത്താൻ എന്ത് ചെയ്തു, അതായത് ഓരോ വടികൾ വെച്ചിട്ടും മാറി മാറി നോക്കിയിട്ടും എന്താണ് ബനാന കിട്ടുന്നില്ല. പെട്ടെന്നാണ് സുൽത്താൻ്റെ മനസ്സിലോട്ട് ഒരു സഡൻ ബ്രൈറ്റ് ഐഡിയ, ഒരു സഡൻ ഫ്ലാഷ് വന്നത്. ആ സമയത്ത് സുൽത്താൻ മനസ്സിലായി, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ രണ്ട് പടിയും എന്താണ് ജോയിൻ ചെയ്തിട്ട്, അതായത് കൂട്ടി വെച്ചിട്ട് എടുത്തു നോക്കാം എന്ന് സുൽത്താൻ വിചാരിക്കുകയാണ്. ഈ കുഡ് പുൾ ദ ബനാന. അങ്ങനെ നമ്മുടെ സുൽത്താൻ എന്ത് ചെയ്തു, അങ്ങനെ ആ ഒരു ഷോർട്ടായിട്ടുള്ള സ്റ്റിക്കും ലോങ് ആയിട്ടുള്ള സ്റ്റിക്കും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ആ ഒരു ബനാന അവിടെ നിന്ന് എടുത്തു എന്നാണ് പറയുന്നത്. ഇത് സോൾവ് ദ പ്രോബ്ലം. ഇപ്പം നമ്മുടെ ചിമ്പാൻസി സുൽത്താൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ആയി. ദ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദ റോൾ ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഇൻ ഹയർ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻസ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ്, അതായത് കോഗ്നിറ്റീവ്, അതുപോലെ ഇൻ്റലിജൻസ് ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഇൻ ഹയർ ലേണിങ്ങിലും അതുപോലെ പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻസിലൊക്കെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളുടെ ക്ലാസിക്കൽ എക്സ്പെരിമെൻ്റ് ഓൺ ഇൻസൈറ്റ് ലേണിംഗ് ഓഫ് ചിമ്പാൻസീസ്. ഇതാണ് ആ പിക്ചർ കേട്ടോ. അതായത് നമ്മളെ സുൽത്താൻ ചിമ്പാൻസി എന്താണ് രണ്ട് കൂടിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ പുറത്താണ് ബനാന വെച്ചിട്ടുള്ളത്. അപ്പോൾ ബനാന എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ടായിട്ടുള്ള വടിയുണ്ട്, ലോങ് ആയിട്ടുള്ള വടിയുണ്ട്. അത് ഒരുമിച്ചിട്ട് എടുക്കാം എന്നുള്ള ആ ഒരു ഇൻസൈറ്റ് ലേണിങ് നമ്മളെ സുൽത്താന് വന്നെത്തുന്നു. അങ്ങനെ ബനാന എടുക്കുന്ന പിക്ചറാണ് ഫസ്റ്റത്തെ പിക്ചർ. ആ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ വായിച്ചത്. ഈ രണ്ടാമത്തെ പിക്ചർ വേറൊരു എക്സ്പെരിമെൻ്റാണ്. അതായത് ബനാന മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, വേറെ വടിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ കുറച്ച് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോക്സുകൾ എന്ത് ചെയ്തു, ബോക്സുകൾ ഇങ്ങനെ അട്ടിയായിട്ടിട്ട് അതിന് മുകളിൽ നിന്ന് കയറി നിന്നിട്ടാണ് അതെടുക്കുന്നത്. ഓക്കെ, ഇത് വേറൊരു എക്സ്പെരിമെൻ്റാണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസൈറ്റ് ലേണിംഗ്. ഇനി പറയുന്നത് ഇൻസൈറ്റ് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ് അപ്പിയേഴ്സ് സഡൻലി, അല്ലേ? ഇൻസൈറ്റ് ലേണിങ് വരുന്നത് പെട്ടെന്നാണ്, അല്ലേ? ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു രണ്ട് സ്റ്റിക്ക് കണ്ടു, നമ്മുടെ സുൽത്താൻ്റെ മനസ്സിൽ പെട്ടെന്നാണ് ആ ഒരു സഡനായിട്ടാണ് ആ ഒരു സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയത്, അല്ലേ? ഇൻസൈറ്റ് ലേണിംഗ് വന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻ്റലക്ച്വൽ ലെവൽ. ഇൻ്റലക്ച്വൽ ലെവലുമായിട്ട് റിലേറ്റഡ് ആണ് എന്ത്, ഇൻസൈറ്റ് ലേണിംഗ്. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഐഡിയാസും വരുള്ളൂ, അല്ലേ? ദെൻ പെർസെപ്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ആ ഒരു സിറ്റുവേഷൻ്റെ പെർസെപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻസൈറ്റ് ലീഡ് ടു ചേഞ്ച് ഇൻ പെർസെപ്ഷൻ. അതുപോലെ ഇൻസൈറ്റ് പെർസെപ്ഷനിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പെർസെപ്ഷൻ്റെ ചേഞ്ചിലേക്ക് നയിക്കുന്നുണ്ട് ഇൻസൈറ്റ്. ദെൻ കീൻ ഒബ്സർവേഷൻ ഫെസിലിറ്റേറ്റ് ഇൻസൈറ്റ് ലേണിംഗ്. അതുപോലെ ഒബ്സർവേഷൻ, നല്ല സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നമ്മളെ ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറേ ഹെൽപ്പ് ചെയ്യും. ദെൻ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസസ് ഇൻസൈറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അത് ഇൻസൈറ്റ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്കിപ്പോൾ മുന്നേ എങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ഇൻസൈറ്റ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ ഹോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. അപ്പോൾ പാർട്ടിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഹോളാണ്. ദെൻ ഇറ്റ് ഇസ് എ ക്ലാഷ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ ആൻഡ് ഫ്ലാഷ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇത് ഒരു ക്ലാഷാണ്, ക്ലാഷ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ ആൻഡ് ഫ്ലാഷ് ഓഫ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുകയും അതുപോലെ അതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് വരികയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇൻസൈറ്റ് ലേണിംഗ്. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻസൈറ്റ് ലേണിംഗ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻസൈറ്റ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.
ഫസ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻസ്. പാസ്റ്റ് എക്സ്പീരിയൻസ് ഹെൽപ്സ് ഇൻസൈറ്റ് ലേണിംഗ്. അപ്പോൾ നമുക്ക് മുന്നേ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡിയ പെട്ടെന്ന് വളമ്പ് കത്തും അല്ലേ. അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു ഇൻസൈറ്റ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇൻ്റലിജൻസ്. ദ മോർ ഇൻ്റലിജൻറ്റ് ദ ഗ്രേറ്റർ വിൽ ബി ദ ഇൻസൈറ്റ്. അപ്പോൾ കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇൻസൈറ്റ് ലേണിങ് കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ദ നേച്ചർ ഓഫ് ദ സിറ്റുവേഷൻ. പിന്നെ ആ ഒരു സിറ്റുവേഷൻ്റെ നേച്ചർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഫ്ലുവൻസിങ് ഇൻസൈറ്റ് ലേണിംഗ്. സം സിറ്റുവേഷൻസ് മേ ബി ഹൈലി കോംപ്ലിക്കേറ്റഡ് വേറാസ് അതർ സിറ്റുവേഷൻസ് മേ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ നേച്ചർ ഓഫ് സിറ്റുവേഷൻ അഫക്ട്സ് ഇൻസൈറ്റ് ലേണിംഗ്. അതായത് ചില സിറ്റുവേഷൻസിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും, ചില സമയത്ത് കുറച്ച് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നേച്ചർ ഓഫ് ദ സിറ്റുവേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഇത് ആ ഒരു നേച്ചർ ഓഫ് ദ സിറ്റുവേഷൻ ഇൻസൈറ്റ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കീനെസ് ഓഫ് ഒബ്സർവേഷൻ. അതായത് നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഒരു ഫാക്ടറാണ് ഇൻഫ്ലുവൻസിങ് ഇൻസൈറ്റ് ലേണിംഗ്. ദ സിറ്റുവേഷൻ ഈസ് ടു ബി ഒബ്സർവ്ഡ് ആസ് എ ഹോൾ. ഹൗ keen our observations is a factor that influences insight learning. അതായത് നമ്മൾ സിറ്റുവേഷനെ ഹോളായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത്, പാട്ടായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ കീൻ ഒബ്സർവേഷൻ എന്താണ് ഇൻഫ്ലുവൻസസ് ഇൻസൈറ്റ് ലേണിംഗ്. ദെൻ എഫേർട്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ഇൻസൈറ്റ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ റിപ്പീറ്റേഷൻ, കണ്ടിന്യൂയിങ് എഫേർട്ട്. അതായത് നമ്മളൊരു കാര്യം റിപ്പീറ്റഡായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം, എന്നാൽ അത് സക്സസ് ആവുള്ളൂ. ദെൻ ജനറലൈസേഷൻ, റൈസിങ് എ സൊല്യൂഷൻ ടു എ സിമിലർ പ്രോബ്ലംസ്. അങ്ങനെ ഇനി സിമിലർ പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസൈറ്റ് ലേണിംഗ്. ലോ ഓഫ് സിമിലാരിറ്റി ഇതൊരു ഇൻസൈറ്റ് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് സിമിലർ തിങ്സ് ടെൻഡ് ടു അപ്പിയർ ആസ് ഗ്രൂപ്പ് ടുഗദർ. അതായത് ഈ ഒരു ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരുമിച്ചാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കാണാൻ കഴിയും, ഫിഗർ എ ആൻഡ് ഫിഗർ ബി. In figure A, we perceive the objects in three horizontal groups: triangle, circles and squares. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ എയിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ഹൊറിസോണ്ടലായിട്ട് കുറച്ച് അതായത് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൊറിസോണ്ടലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. whereas in figure B, using the same law of similarity, we perceive the objects in three vertical group. അപ്പോൾ നമ്മൾ ഫിഗർ ബി നോക്കിക്കഴിഞ്ഞാലും എന്താണ് വേർട്ടിക്കൽ ഗ്രൂപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള തിങ്സ് അപ്പിയർ ആസ് ഗ്രൂപ്പ് ടുഗദർ. അതായത് ഇവിടെ സർക്കിൾ, ഇപ്പോൾ ഫിഗർ എ എടുത്തു കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മളിതെങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് 4 ട്രയാങ്കിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ദെൻ സർക്കിളായിട്ട്, ദെൻ സ്ക്വയറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരേപോലെയുള്ള ഷേപ്പുകളെ എന്താണ് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേർട്ടിക്കലിൽ നോക്കിയാലോ ഫിഗർ ബിയിൽ നോക്കിയാലോ അത് നമുക്ക് കാണാൻ കഴിയും, ഒരേ ഷേപ്പായിട്ടുള്ളത് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് ട്രയാങ്കിൾ വേർട്ടിക്കലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ട്രയാങ്കിൾ കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ സർക്കിൾസ്, ദെൻ സ്ക്വയേഴ്സ്. ഓക്കെ, ഇതാണ് എന്ത് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. അതായത് സിമിലർ തിങ്സ് ടെൻഡ് ടു അപ്പിയർ ആസ് ഗ്രൂപ്പ് ടുഗദർ. അതായത് ഒരേപോലെയുള്ളത് ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ലോ ഓഫ് സിമിലാരിറ്റി. ദെൻ ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എലമെൻറ്റ്സ് ഇൻ എ ലൈൻ ഓർ കർവ് സെയിം മോർ റിലേറ്റഡ് ടു വൺ അനദർ ദാൻ ദോസ് പൊസിഷൻ ഡിഫറെൻ്റ്ലി. ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ലൈന് ആണെങ്കിലും അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നതിനെയാണ്, അതായത് ഒന്ന് മറ്റൊന്നിനെ റിലേറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് പോകുന്നതിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ ലോ ഓഫ് ക്ലോഷർ. എന്താണ് ലോ ഓഫ് ക്ലോഷർ?
We prefer complete shapes, and so we automatically fill in the gaps between elements to perceive a complete image. അതായത് നമ്മൾ ഇപ്പം നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ, 3 ലൈൻസ്. പക്ഷെ അത് ആ ഒരു ഇമേജ് കംപ്ലീറ്റഡ് അല്ല, ഇവിടെയൊക്കെ ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു കംപ്ലീറ്റ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഫിൽ ചെയ്യും. ഇതാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. വി പെർസീവ് ദ ഫിഗർ ഗിവൺ ഹിയർ ആസ് എ ട്രയാങ്കിൾ ദോ ഹിയർ ആർ ഗ്യാപ്സ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്താണ്, അവിടെ നമുക്ക് ആ ഒരു 3 ലൈൻസിൻ്റെ ഇടയിൽ ഗ്യാപ്സ് കാണാൻ കഴിയുന്നുണ്ട്. For this reason only, while proofreading, missing letters escape from our attention as our mind fill up the gap and read it correctly. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ്, ഒരു ഫുൾ ഇമേജ് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പ്രൂഫ് റീഡിങ് നടത്തും. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഒരു കംപ്ലീറ്റ് ഇമേജ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്രൂഫ് റീഡിങ് നടത്തും. മിസ്സിങ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഫില്ല് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് റീഡ് ചെയ്യും. ഇതിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ദെൻ ലോ ഓഫ് പ്രോക്സിമിറ്റി. It states that things that are close to each other appear as more related. അതായത് ഇവിടെ പറയുന്നത്, അതായത് അടുത്ത് നിൽക്കുന്നത് റിലേറ്റഡ് ആയി വരുന്നു എന്നാണ് പറയുന്നത്. 12 parallel lines drawn below are perceived by us 4 groups of 3 lines each. അതായത് ഇവിടെ നമുക്ക് 12 ലൈൻസ്, പാരലൽ ആയിട്ടുള്ള 12 ലൈൻസ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവ 4 ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് 3 ലൈൻസ് വീതം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, അതായത് അടുത്ത് വരുന്നതൊക്കെ മോർ റിലേറ്റഡ് ആയിട്ട് കാണാൻ കഴിയുന്നതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് തിങ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. അതായത് ഓരോന്നും അടുത്ത് നിൽക്കുന്നത് മോർ റിലേറ്റഡ് ആണ്. ക്ലോസ് ടു ഈച്ച് അതർ അപ്പിയേഴ്സ് ആസ് മോർ റിലേറ്റഡ് എന്നാണ് പറയുന്നത്. ദെൻ ഫിഗർ ഗ്രൗണ്ട് ഇഫക്റ്റ്. എന്താണ് ഫിഗർ ഗ്രൗണ്ട് ഇഫക്റ്റ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുന്നത്, അതായത് 2 മുഖങ്ങൾ, ബ്ലാക്ക് കളറിൽ 2 മുഖങ്ങൾ ഇങ്ങനെ ഒരു മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് കാണാൻ കഴിയും. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, ഒരു വേസ് രൂപത്തിൽ അല്ലേ, ഒരു ഫ്ലവർ വേസ് രൂപത്തിൽ ഒരു ഷേപ്പ് നമുക്ക് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഫിഗർ ഗ്രൗണ്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വി ലുക്ക് ഫോർ സോളിഡ് ആൻഡ് സ്റ്റേബിൾ ഐറ്റംസ് അൺലെസ് ആൻ ഇമേജ് ഈസ് ആംബിഗ്യൂസ് വി കൺസിഡർ ഇറ്റ് ഫോർഗ്രൗണ്ട് പെർസ്പെക്റ്റീവ്. അത് നമ്മളൊരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അത് സോളിഡ് ആൻഡ് സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആംബിഗ്യൂസ്, അതായത് ഒരു വ്യക്തമായിട്ടുള്ള ഇമേജ് അല്ല അത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി കൺസിഡർ ഇറ്റ് ഫോർഗ്രൗണ്ട് പെർസ്പെക്റ്റീവ്. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, അതിൻ്റെ ഫോർഗ്രൗണ്ട് പെർസ്പെക്റ്റീവാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിനാണ് ഫിഗർ ഗ്രൗണ്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. കൺസിഡർ ദ ലേണിംഗ് മെറ്റീരിയൽ ആസ് എ ഹോൾ. അപ്പോൾ ഈ ഒരു ഇൻസൈറ്റ് ലേണിങ്ങിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ് ഇനി പറയുന്നത്. അതായത് ലേണിംഗ് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആസ് എ ഹോൾ, മുഴുവനായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്, പാർട്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ പ്രൊസീഡ് ഫ്രം ഹോൾ ടു പാർട്സ്. അതുപോലെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാർട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ദെൻ എൻകറേജ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി. ഇൻസൈറ്റ് ലേണിങ്ങിലൂടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.